റീസെൻ്റായിട്ട് സെബി, അതായത് മാർക്കറ്റ് റെഗുലേറ്റർ, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്ന, ക്യാപിറ്റൽ മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു എൻറ്റിറ്റിയാണ്, ഒരു അതോറിറ്റിയാണ്, ഗവൺമെൻറ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു അതോറിറ്റിയാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ വാച്ച് ഡോഗ്. സെബി കൊണ്ടുവന്നിട്ടുള്ള കുറേ ചേഞ്ചസ് ഉണ്ട് റീസെൻ്റായിട്ട് ക്യാപിറ്റൽ മാർക്കറ്റിൽ. അത് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചാവാം, ഇക്വിറ്റി സ്റ്റോക്സിനെ കുറിച്ചാവാം, അല്ല ഡെറിവേറ്റീവ്സിനെ കുറിച്ച്. അപ്പോൾ ഡെറിവേറ്റീവ്സിൽ വന്നിട്ട് ചേഞ്ചസിനെ കുറിച്ച് ആൾക്കാർ, ഈ ട്രേഡേഴ്സ്, ഇത് ഷോർട്ട് ടൈം ട്രേഡേഴ്സ് അല്ലെങ്കിൽ ഡെറിവേറ്റീവ്സിൽ ഓപ്ഷൻസിലും ഫ്യൂച്ചേഴ്സിലൊക്കെ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ ഡിസ്കസ് ചെയ്യാറുണ്ട്, അല്ല അറിയാൻ ആഗ്രഹിക്കാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ അപ്ഫ്രണ്ട് മാർജിൻ വെച്ച് മാത്രമേ ഇതെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ, ഡെറിവേറ്റീവ്സിൽ എസ്പെഷ്യലി. പിന്നെ അഡീഷണൽ ലിവറേജ് കൊടുത്ത് ഓപ്ഷൻ ട്രേഡിംഗ് ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന രീതികൾ നിർത്തേണ്ടി വരുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നതിൻ്റെ 3 times മാർജിൻ കൂടുതലുണ്ടെങ്കിൽ മാത്രമേ ഇപ്പം ചെയ്യാനായിട്ട് ഡെറിവേറ്റീവ്സിൽ പറ്റുള്ളൂ. എസ്പെഷ്യലി ഓപ്ഷനെ കുറിച്ച് പറഞ്ഞാൽ തുച്ഛമായ പൈസ കൊണ്ട് നമുക്ക് വാങ്ങാൻ പറ്റുമായിരുന്നു. 10 × 25, 10 രൂപ പ്രീമിയം, 25 ക്വാണ്ടിറ്റി ആണെങ്കിൽ 250 രൂപ. അതിന് പകരം ഇപ്പോൾ 75 ആകുമ്പോഴത്തേനും ഇതേ എമൗണ്ട് തന്നെ ഇതിൻ്റെ 3 times ആയിട്ട് കൂടി 750 രൂപയായിട്ട് മാറിയിട്ടുണ്ട്, അല്ല 1000 രൂപയ്ക്ക് അടുത്തോട്ട് എത്തുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ മാർജിൻ കൂടുതൽ അല്ലെങ്കിൽ അഡീഷണൽ പൈസ വേണ്ടി വരുന്നതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് കോൺട്രാക്റ്റുകൾ ട്രേഡ് ചെയ്യുന്നത് കുറയും. ആ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. അതുകൊണ്ടൊന്നും ഓപ്ഷൻ ട്രേഡേഴ്സ് അതിൽ അട്രാക്റ്റഡ് ആയിട്ട് ഇരിക്കുന്ന ആൾക്കാരൊന്നും ഓടിപ്പോകത്തില്ല. അവർ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. ചിലപ്പോൾ ലാഭമായിരിക്കും, ചിലപ്പോൾ നഷ്ടമായിരിക്കും. അത് അവരവർക്ക് മാത്രം അറിയാൻ പറ്റുന്ന കാര്യമാണ്. ആരും വന്നിട്ട് ഇങ്ങനെ ജെനുവിനായിട്ടൊന്നും ഈ പറഞ്ഞ P&L ഒന്നും പബ്ലിഷ് ചെയ്യുന്നതായിട്ട് അങ്ങനെ ഒത്തിരി കാണാറില്ല. അപ്പം ചിലപ്പോൾ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കും. ഇതെല്ലാം AI വെച്ചിട്ട് P&L ഉണ്ടാക്കി കാണിക്കാൻ പറ്റും. ട്രേഡ് റിപ്പോർട്ട് ഇതാണെന്ന് പറയും. നമ്മളങ്ങനെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, അങ്ങനെ ചെയ്യുന്നുമില്ല. അപ്പം ഓപ്ഷൻ ട്രേഡേഴ്സ് അല്ലെങ്കിൽ ഡെറിവേറ്റീവ്സ് ട്രേഡേഴ്സിനുള്ളൊരു ഒരു പ്രിക്കോഷൻ എടുക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് റിപ്പീറ്റ് ചെയ്ത് പറയേണ്ട ബാധ്യത നമുക്കുണ്ട്. നമ്മളൊരു 20 years ആയിട്ട് ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നതാണ്. ഇന്നലെ വന്ന ഈ ഇപ്പം തള്ളിമറിക്കുന്ന ഒരു ആൾക്കാരുണ്ട്. ഈ കോവിഡ് സമയത്ത് കയറിയ കുറച്ച് ആൾക്കാർ, അവരുടെ ഈ തള്ളൽ കാരണമാണ് കൂടുതൽ ആൾക്കാർ ഇതിനകത്ത് ഈ ഓപ്ഷൻസിലൊക്കെ ലോസ് ഉണ്ടാക്കി വെക്കുന്നത്. അവർ ചെയ്യുന്നത് പോലെ ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന ധാരണയിൽ പാവങ്ങളൊന്ന് ചെന്ന് പെട്ടുപോകും. അപ്പോൾ അതുകൊണ്ട് ആ തള്ളിലൊന്നും നിങ്ങളാരും ചെന്ന് വീണു കൊടുക്കരുത്. അവരവരുടെ ഹാർഡ് ആൻഡ് മണിയാണ്, നിങ്ങളുണ്ടാക്കി കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ, അത് കൺസർവ് ചെയ്യേണ്ടത്, നിങ്ങളെ മാനേജ് ചെയ്യേണ്ടത് നിങ്ങളുടെ തന്നെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ അതുകൊണ്ട് ഡെറിവേറ്റീവ്സിൽ ട്രേഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലാന്ന് മനസ്സിലാക്കുക. ഒരു പർട്ടിക്കുലർ പീരീഡ് വരെ നിലനിൽക്കുന്ന ഒരു കോൺട്രാക്റ്റാണ്. അതിന് ഒത്തിരി ക്രൈറ്റീരിയാസ് ഫുൾഫിൽ ചെയ്യേണ്ടതുണ്ട്, ഒത്തിരി റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്, റിവാർഡ് ഉണ്ടാക്കാനുള്ള പോസിബിലിറ്റീസും ഉണ്ട്. അപ്പം 100% ലാഭം കിട്ടുമെന്ന് കരുതിയിട്ടൊന്നും അതിൽ പോകരുത്. എന്നാൽ ഇക്വിറ്റിയിൽ 100% ലാഭം ഉണ്ടാക്കാൻ ചാൻസ് ഉള്ള ഒത്തിരി സ്റ്റോക്സ് ഉണ്ടെന്ന് ഈ ട്രേഡേഴ്സിന് തന്നെ അറിയാം. അപ്പോൾ ആ ട്രേഡേഴ്സ് തന്നെ ഇൻവെസ്റ്ററായി മാറിക്കഴിഞ്ഞാൽ അതിനകത്ത് ആ റിവാർഡ് ഉണ്ടാക്കാനും പറ്റും. ഇതുപോലത്തെ റിസ്ക്കുകളിൽ ചെന്ന് പെടുകയും വേണ്ട. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇപ്പം ഈ ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടക്കുന്ന അല്ലെങ്കിൽ ഒരു വാറിൻ്റെ ഒരു സിറ്റുവേഷനിലേക്ക് വന്നു എന്നൊക്കെ പറയുന്നു. ഈ ചില ടൈംസ് യൂസ് ചെയ്യാൻ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട്. കാര്യം ഗവൺമെൻറ് കൺട്രോൾ ചെയ്തിട്ടുണ്ട് ചില കാര്യങ്ങൾ, ചില പ്രസൻറ്റേഷൻസ് ആയത് നമ്മൾ ഗവൺമെൻറ് പറയുന്ന രീതിയിൽ തന്നെ നമ്മൾ ഫോളോ ചെയ്യണം. അപ്പോൾ അതായത് ഗവൺമെൻറ് മാത്രമേ അറിയാവുള്ളൂ എന്ത് നടക്കുന്നു, അല്ലെങ്കിൽ ആർമിക്ക് മാത്രമേ അറിയാവുള്ളൂ ആക്ച്വലി എന്താ സിറ്റുവേഷൻ നടക്കുന്നു. നമുക്ക് ഈ ന്യൂസിലൊക്കെ വരുന്ന കാര്യങ്ങൾ വെച്ച് മാത്രമേ നമുക്കത് അനാലിസിസ് നടത്താൻ പറ്റൂ. എന്താണെങ്കിലും ഈ ഡെറിവേറ്റീവ്സിലൊക്കെ ഇപ്പോൾ ഈ സമയത്ത് ഈ ഒരു അൺസർട്ടൺ സിറ്റുവേഷൻ നിൽക്കുന്നത് ലോകത്തെല്ലായിടത്തും പല പല അൺസർട്ടൺ സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മുടെ ഹോം കൺട്രിയിൽ, ബോർഡർ കൺട്രി ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ കുറച്ചുകൂടെ കോഷ്യസ് ആവണം എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റോപ്പ് ലോസ് ഒക്കെ സ്ട്രിക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം ഈ ഓപ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ്സിൻ്റെ ട്രേഡേഴ്സ് ചെയ്യേണ്ടത്. സഫീഷ്യൻ്റ് മാർജിൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ബ്രോക്കറിൻ്റെ ബാധ്യതയാണ്. അപ്പം ഇടയ്ക്ക് മാർജിൻ കോൾ വരും, നിങ്ങൾ മാർജിൻ ഷോർട്ട് കോൾ വന്നാൽ ആ പൊസിഷൻ അവർ കട്ട് ചെയ്ത് ഓഫ് ചെയ്ത് മാറും. അപ്പം അങ്ങനെ വരുന്ന ലോസുകളുണ്ടാകും. എന്തുകൊണ്ട് ലോസ് വരുന്നു എന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട്. ക്യാപിറ്റൽ മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ബാക്കി ഏത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് പോലെയും ഒരു ലാഭം പ്രതീക്ഷിച്ചിട്ട് ഒരു നേട്ടം ഉദ്ദേശിച്ച് തന്നെയാണ് എല്ലാവരും വരുന്നത്. അപ്പോൾ അങ്ങനെ ഈ ഹൈ റിസ്ക് കാറ്റഗറിയിൽ പോകാൻ താല്പര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകൾ വഴിയോ അല്ലെങ്കിൽ പ്യുവർ ഇക്വിറ്റി വഴിയോ ഒക്കെ സ്റ്റോക്സ്, സെലക്റ്റീവായിട്ടുള്ള പ്രൊഫൈലുള്ള നമ്മൾ ബ്ലൂ ചിപ്പ് കാറ്റഗറി സ്റ്റോക്സ് എന്ന് പറയാം, A ഗ്രൂപ്പ് സ്റ്റോക്കുകൾ, ഷെയറുകൾ വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ റിസ്ക്കുകൾ ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ലോങ് ടൈമിൽ വെയിറ്റ് ചെയ്യുക, ഒരു 2 years 3 years ഒക്കെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല റിവാർഡ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ ഒരു ലാസ്റ്റ് ഒരു 50 yearsൻ്റെയൊക്കെ ഒരു ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും ഏറ്റവും കൂടുതൽ റിവാർഡ് കിട്ടിയിട്ടുള്ള ഇക്വിറ്റി സെഗ്മെൻറ്റിൽ തന്നെയാണ്. അതൊരിക്കലും ഗോൾഡിലായിരുന്നില്ല. ഈ ചെറിയ പീരീഡിലൊക്കെ ഗോൾഡ് പ്രൈസ് ഇൻക്രീസ് വന്നിട്ടുണ്ട്. അതിൻ്റെ കാരണങ്ങൾ ഇതുപോലത്തെ വാർ സിറ്റുവേഷനൊക്കെ വന്ന സമയത്തൊക്കെ ഒരു അൺസർട്ടൺ സിറ്റുവേഷൻ ആയതുകൊണ്ട്, അപ്പം ഒരു സേഫ് സോൺ എന്നുള്ള രീതിയിൽ കുറച്ച് ഗോൾഡിൽ പർച്ചേസ് നടന്നതുകൊണ്ട് മാത്രം കയറിപ്പോയതാണ്.
അല്ലാതെ ഗോൾഡ് കൊണ്ട് പ്രത്യേകിച്ച് വേറെ എന്താണ് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാവുക? ഇപ്പം സിൽവർ ആണെങ്കിൽ പോലും ഒരു ഇൻഡസ്ട്രിയൽ പർപ്പസിന് പോലും യൂസ് ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മോശമെന്നല്ല, ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യണം, FDയിൽ ഇൻവെസ്റ്റ് ചെയ്യണം. നമ്മൾ സേഫ് സോണിൽ ഉള്ള ഒത്തിരി അസറ്റ് ക്ലാസ്സുകളുണ്ട്, ബോണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഒരു പോർഷൻ നമുക്ക് ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ മുഴുവൻ കൊണ്ട് ഇതിൽ ഇടണമെന്നോ, മുഴുവൻ ഗോൾഡ് വാങ്ങണമെന്നോ, മുഴുവൻ പ്രോപ്പർട്ടി വാങ്ങണമെന്നോ, മുഴുവൻ പൈസയും കൊണ്ട് ലോണും കൂടെ എടുത്തിട്ട് വീട് വെക്കണമെന്നൊന്നും ആരും പറയുന്നില്ല. അപ്പം അവരവരുടെ കപ്പാസിറ്റി അനുസരിച്ച് വേണം ഈ ഓരോ ടൂളുകളും ഡിസൈഡ് ചെയ്യേണ്ടത്. അപ്പം ഡെറിവേറ്റീവ്സിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു തുടങ്ങി, അതിൽ തന്നെ നിർത്താം. അപ്പം പല ഏരിയയിലേക്ക് പോയെങ്കിലും ഡെറിവേറ്റീവ്സിലുള്ള റിസ്ക് ഫാക്ടേഴ്സും അതിനുള്ള റിവാർഡ് ഉണ്ടാക്കാൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നതിനെക്കുറിച്ചുള്ളൊരു ബ്രീഫായിട്ടുള്ളൊരു ഐഡിയ പറഞ്ഞ് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നത് നമുക്ക് 1-to-1 ഡിസ്കഷനിൽ മാത്രമേ പറ്റുള്ളൂ.